നമ്മൾ കാണുന്ന കടലിൽ കാണുന്ന കപ്പലുകളിൽ മിക്കവാറും ഫോറിൻ ഫ്ലാഗ് വെസൽസ് ആയിരിക്കും. ഒന്നുകിൽ പനാമ രജിസ്റ്റേർഡ് വെസൽസ്, അതല്ലെങ്കിൽ ലൈബീരിയൻ രജിസ്റ്റേർഡ് വെസൽസ്, അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കൺട്രീസിൻ്റെ ഷിപ്പുകളായിരിക്കും. നമ്മുടെ ഇന്ത്യൻ ഫ്ലാഗ് വെസൽസ് എത്ര നമുക്ക് കാണാൻ പറ്റും? അതല്ലെങ്കിൽ എത്ര പേർ കേട്ടിട്ടുണ്ട് ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയെ പറ്റി? ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ നമ്മുടെ ഇന്ത്യയുടെ ഗവൺമെൻറ് ഓൺഡ് ഷിപ്പുകളാണ് ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യൻ ഷിപ്പുകൾ. 1961 ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ നിലവിൽ വരുന്നത്. നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് ക്രൂഡ് ഓയിൽസ് ഇമ്പോർട്ട് ചെയ്യുന്ന ഒരു കൺട്രിയാണ്. ഏതാണ്ട് 85% നമ്മൾ ക്രൂഡ് ഓയിൽസ് ഇമ്പോർട്ട് ചെയ്യുന്നത്. നമ്മുടെ ഈ ക്രൂഡ് ഓയിൽസിനെ ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ഷിപ്പുകൾ തന്നെയാണ്. അതുകൂടാതെ തന്നെ മിലിറ്ററി കാർഗോ മൂവ്മെൻറ്റ്സിനായിട്ടും നമുക്ക് നമ്മുടെ ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയെ തന്നെയാണ് ആശ്രയിക്കാൻ പറ്റുകയുള്ളൂ. ഇറാൻ ഇറാഖ് വാർ സമയത്ത് ഇന്ത്യ എന്ന ഹള്ളിൽ എഴുതി സെയിൽ ചെയ്തു പോയ ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ഷിപ്പുകളെ ഇറാനും ഇറാഖും ആക്രമിക്കാതെ വിട്ടതും അതിന് കാരണം തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ഏതാണ്ട് 1990 വരെ നമ്മുടെ ഇന്ത്യയുടെ നട്ടെല്ല് തന്നെയായിരുന്നു. എന്നാൽ 1990കളിൽ ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ ആൻഡ് ഗ്ലോബലൈസേഷൻ വന്നതോടുകൂടി പല ഫോറിൻ വെസൽസിനും നമ്മുടെ ഇന്ത്യൻ ഓഷ്യനിലോട്ടുള്ള ഒരു കടന്നുകയറ്റത്തിനുള്ള എൻട്രിയാണ് കിട്ടിയത്. നമ്മുടെ ഇന്ത്യൻ ഓഷ്യൻ പരിപൂർണമായിട്ടും ഫോറിൻ വെസൽസ് കൈയടക്കുന്ന ഒരു കാഴ്ചയാണ് പിന്നീട് കണ്ടത്. 2015 ആയപ്പോഴേക്കും പെർഫോമൻസ് താഴെയുള്ള PSUവിനെ പ്രൈവറ്റൈസ് ചെയ്യുക എന്നുള്ള മുറവിളികൾ ഉയർന്നു. അങ്ങനെ ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയും പ്രൈവറ്റൈസ് ചെയ്യാനുള്ള നടപടികൾ ആരംഭിച്ചു. 2020 കോവിഡ് എന്ന മഹാമാരി നമ്മുടെ ഇൻഡസ്ട്രികളെ എല്ലാം ബാധിച്ചുവെങ്കിലും ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യക്ക് അതൊരു പുതുജീവൻ തന്നെയായിരുന്നു. 2020 കോവിഡിൻ്റെ ഭാഗമായി പല പോർട്ടുകൾ അടയ്ക്കുകയും പല സ്ഥലത്തും കണ്ടെയ്നേഴ്സിൻ്റെതായിട്ടുള്ള ഷോർട്ടേജ് ഉണ്ടാവുകയും ചെയ്തു. ഈ കണ്ടെയ്നർ ഷോർട്ടേജ് ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്തത് നമ്മുടെ ഇന്ത്യൻ എക്സ്പോർട്ടർമാരെയും ഇമ്പോർട്ടർമാരെയുമായിരുന്നു. നമ്മുടെ ഇന്ത്യൻ എക്സ്പോർട്ടർമാർക്കും ഇമ്പോർട്ടർമാർക്കും കണ്ടെയ്നേഴ്സ് കിട്ടാതെ വരികയും കണ്ടെയ്നേഴ്സിൻ്റെ പ്രൈസ് ഏതാണ്ട് 10 മടങ്ങോളം കൂടുകയും ചെയ്തു. ഇത് എക്സ്പോർട്ട് ഇമ്പോർട്ടിനെ കാര്യമായിട്ട് തന്നെ ബാധിച്ചു. ഇതിൻ്റെ ഭാഗമായിട്ട് ഗവൺമെൻറ്റിന് ഒരു കാര്യം മനസ്സിലായത്, നമ്മുടെ ഇവിടെ ഫോറിൻ ഫ്ലാഗ് വെസൽസ് ഉണ്ട് എങ്കിൽ നമ്മുടെ ഇന്ത്യൻ എക്സ്പോർട്ടർമാർക്കും ഇമ്പോർട്ടർമാർക്കും അതുകൊണ്ട് പ്രത്യേകിച്ച് ബെനിഫിറ്റ് ഒന്നുമില്ല. ഇത് ഗവൺമെൻറ്റിന് ഒരു തിരിച്ചറിവ് തന്നെയായിരുന്നു. ഇത്തരം ക്രൈസിസ് സിറ്റുവേഷനുകളിൽ നമ്മുടെ ഇന്ത്യൻ എക്സ്പോർട്ടർമാരെയും ഇമ്പോർട്ടർമാരെയും സപ്പോർട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് നമ്മുടെ ഇന്ത്യൻ വെസൽസ് കൂടിയേ തീരുമെന്ന് ഗവൺമെൻറ് തിരിച്ചറിഞ്ഞു. അതിൻ്റെ ഭാഗമായി 2015 എടുത്ത ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയെ ഡിസ്ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ള തീരുമാനം ഗവൺമെൻറ് പിൻവലിച്ചു. പുതിയതായി ഉണ്ടായിട്ടുള്ള റെഡ് സീ ക്രൈസിസ്, അതായത് ഇസ്രായേൽ പാലസ്തീൻ വാറിന് ശേഷം റെഡ് സീയിലൂടെയുള്ള ഷിപ്പുകൾക്ക് ഉണ്ടായിട്ടുള്ള ആക്രമണവും ഷിപ്പിംഗ് റേറ്റ്സിലുണ്ടായ മാറ്റങ്ങളും ഈ ഒരു തീരുമാനത്തെ കൂടുതൽ ഊട്ടിയുറപ്പിക്കുകയാണ് ചെയ്തത്. അടുത്ത കാലത്തായി ഉണ്ടായിട്ടുള്ള ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂസ്, റഷ്യ ഉക്രൈൻ വാർ, ഇസ്രായേൽ പാലസ്തീൻ വാർ, ഇത്തരത്തിലുള്ള